നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വായിക്കോട്ടെ. അയ്യോ, ഞാൻ എടുക്കത്തില്ലേ, എനിക്ക് ജീവിക്കാൻ കൊതിയുണ്ടേ. കോള് കട്ടിയാണല്ലോ, എന്തോ കുഴപ്പമുണ്ട്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും മഹി? എനിക്കൊന്നും അറിയില്ല. ഇനി എവിടെ പോയി അന്വേഷിക്കും? വിഷമിക്കണ്ട. ഇനി ലേറ്റ് ആവാതെ നിങ്ങൾ പോയിക്കോ. ഡ്രൈവറെ, വണ്ടി എടുക്ക്. അപ്പോ നിങ്ങൾ വരുന്നില്ലേ? ഇല്ല, ഇനിയുള്ള യാത്രയ്ക്ക് നിങ്ങൾ മാത്രം. ഇവിടെ ഉണ്ടായിരുന്ന എന്റെ ജോലി കഴിഞ്ഞു. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് അത് വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ ശരി, എല്ലാവർക്കും ഗുഡ് ബൈ. ഓക്കെ? ഓ, രക്ഷപ്പെട്ടു. കുറച്ചു നേരം നന്നായിട്ട് പേടിച്ചു. ഏതായാലും അയാള് പോയല്ലോ, ഭാഗ്യം. ഇല്ല രേഷ്മേച്ചി, എന്തോ അപകടം വരാൻ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. അയാൾ ഒരിക്കലും നമ്മളെ വെറുതെ വിട്ടതല്ല. ഇതെന്തോ വലിയ അപകടത്തിനുള്ള തുടക്കം. നീ എന്തായി പറയുന്നേ? എനിക്ക് ആകെ പേടിയാവുന്നു. നമുക്കിനി ഒരിക്കലും അച്ഛന്റെ അടുത്തേക്ക് പോവാൻ പറ്റില്ലേ? മോള് കരയണ്ട, രംഗയില്ലേ കൂടെ. ശ്രീ മഹേശ്വരൻ നമ്മളെ രക്ഷിക്കും. മക്കളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കേ. ഏതാനും സമയത്തിനുള്ളിൽ എല്ലാം ഭസ്മമാകും. ശംഭോ മഹാദേവ. ഹലോ, എന്തായി? എല്ലാം ഓക്കെയാണ് സർ. സത്യമാണോ? പറഞ്ഞ പോലെ തന്നെ എല്ലാം സെറ്റായോ? അതെ സർ. ഇനി സാർ ആഗ്രഹിച്ചതുപോലെ തന്നെ ബോംബ് പൊട്ടിത്തെറിക്കും. എന്റെ മഹേശ്വര, ഒരു കുഞ്ഞിനു വേണ്ടി ഒരുപാട് കുഞ്ഞുങ്ങളെ കൊല്ലേണ്ടി വന്നതിന് നീ എന്നോട് ക്ഷമിക്കണേ. വേറെ വഴിയില്ലഞ്ഞിട്ടാ. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നല്ലേ ഭഗവാനെ. ഗംഗ എന്ന ലക്ഷ്യത്തിനു വേണ്ടി എനിക്ക് മാളു എന്ന പുഴുവിനെ കരിച്ചു കളഞ്ഞേ മതിയാവൂ. നീ എന്നോട് ക്ഷമിച്ചേക്ക്. മാളു, പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്റെ പിറകെ വരരുതെന്ന്. ഇനിയിപ്പോ ഈ കുരുന്നു പ്രായത്തിലെ ഭിത്തിയിലിരുന്ന് ചിരിക്കേണ്ടി വരുമല്ലോ മോളെ നിനക്ക്. എങ്കിൽ പിന്നെ ബട്ടർ അമർത്തേക്കല്ലേ സർ? പിന്നെ ആ കുഞ്ഞുങ്ങളുടെ ആത്മശാന്തിക്ക് വേണ്ടി താൻ ആ മംഗളകർമ്മം അങ്ങ് നിർവഹിച്ചേക്ക്. ഗംഗ ഇവിടെ ഇല്ല നകുൽ. ഇല്ലേ? പിന്നെ ഇവിടെ പോയി? മാളുവിന് ഇന്നൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അതിന് ഗംഗയെ കൂട്ടുപോയത്. ഗംഗ എന്തിനാ അയച്ചത്? അത് പിന്നെ ഗംഗ ചെല്ലണോന്ന് മാളു വാശി പിടിച്ചു. അതുകൊണ്ടാ ഗംഗ കൂട്ടുപോയത്. അത് വേണ്ടായിരുന്നു ആന്റി.
ഗംഗയ്ക്ക് പുറത്തൊന്നും പോയി ശീലമില്ലാത്ത സ്ഥിതിക്ക് ഗംഗയെ വിടണ്ടായിരുന്നു. നകുല് ടെൻഷൻ ആവണ്ട, അവള് തനിച്ചല്ല, രേഷ്മയും പോയിട്ടുണ്ട്. ആര് പോയിട്ടുണ്ടെങ്കിലും ഗംഗയുടെ കാര്യത്തില് ഇനി എനിക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് മറക്കരുത്. അവളെ ഇങ്ങനെ എവിടെയെങ്കിലും വിടണമെങ്കിൽ എന്നോടുകൂടി ഒന്ന് ചോദിക്കുന്നതില് തെറ്റില്ല. അയ്യോ നകുൽ, അങ്ങനെയൊന്നും കരുതണ്ട. മാളുവിന്റെ വാശി നകുലിന് അറിയാലോ. ഗംഗ കൂടെ ചെല്ലണോന്ന് മാളുവിന് ഭയങ്കര വാശിയായിരുന്നു. മാളുവിന്റെ വാശിയില് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിന്നിട്ട് കാര്യമില്ല. കുട്ടികളുടെ വാശി പ്രോത്സാഹിപ്പിക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. നകുലിന് എന്തു പറ്റി? എന്തോ ഒരു ടെൻഷൻ ഉണ്ടെന്ന് തോന്നല്ലോ. ആ, ചെറിയ ടെൻഷൻ ഉണ്ട് ആന്റി. ഞാനും ഗംഗയും ചേർന്ന് ചെയ്യാൻ ഞാനൊരു പ്ലാൻ എന്ന് മനസ്സിൽ കരുതിയിരുന്നു. അത് സർപ്രൈസ് ആയിട്ട് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഗംഗയെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. ആണോ? ശോ, എങ്കിൽ നകുലിനൊരു വാക്ക് മുൻകൂട്ടി ഞങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഗംഗയെ വിടില്ലായിരുന്നു. ഇന്നിപ്പോ ഇങ്ങനെ ആവുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. ശരി ആന്റി, ഞാൻ പോവാ. നകുലും കേറുന്നില്ലേ? ചായ കുടിച്ചിട്ട് പോവാ. വേണ്ട, ഞാൻ ഒരാളെ കാണാൻ ആഗ്രഹിച്ച ഇങ്ങോട്ട് വന്നത്. ആള് ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ കേറിയിട്ട് എന്തിനാ? ഞാൻ പിന്നീട് ഒരു ദിവസം വരാം. എങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഗംഗ വരുമ്പോ നകുലിനെ വിളിക്കാൻ പറയാം. ശരി ആന്റി. ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതൊക്കെ ആ കുട്ടിപ്പിശാചി കുളമാക്കുകയാണല്ലോ. ഗംഗയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ അത് വലിയ പ്രശ്നമാവും. ഗംഗയെ കരുവാക്കി ഞാൻ സ്വപ്നം കണ്ടത് 1-2 രൂപയല്ല, ലക്ഷങ്ങളാ. അതൊന്നും നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല. എടി മാളു, നിനക്കുള്ള സമ്മാനം ഞാൻ തന്നിരിക്കും. ഹലോ സർ. വണ്ടിയിലുള്ളത് ഗംഗ തന്നെയാ. എനിക്ക് ഗംഗയെ രക്ഷിച്ചേ മതിയാവൂ. സോറി സർ, ഇനി രക്ഷയില്ല. അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റില്ല. എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവൂ. ഞാൻ ഈ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യാനാ സാറേ? സാറ് പറഞ്ഞതുപോലെ എന്നെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞു. ഞാൻ ഈ കഷ്ടപ്പെട്ടത് മുഴുവൻ ഗംഗയ്ക്ക് വേണ്ടിയാ. അവളിലൂടെ ലഭിക്കാൻ പോകുന്ന ലക്ഷങ്ങൾക്ക് വേണ്ടിയാ. താൻ ഒന്നുകൂടി ശരിക്കും ആലോചിക്കുക. എന്തെങ്കിലും വഴി കിട്ടാതിരിക്കില്ല. എങ്ങനെ നമുക്ക് ആ ബോംബ് നിർവീര്യമാക്കണം? ഇല്ല സർ, ഇനി അധികം സമയമില്ല. ഞാൻ ആലോചിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഒരു ട്രാഫിക് ബ്ലോക്ക് വന്നാ മതി, ആ നിമിഷം വണ്ടി ഒരു പിടി ചാരമായിട്ട് മാറും. നോ, ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. സർ, സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു ട്രാഫിക് ബ്ലോക്കോ അല്ലെങ്കിൽ ഡീസൽ തീർന്ന് വണ്ടി ഓഫ് ആയാലോ കാര്യങ്ങൾ കൈവിട്ടു പോകും. എടോ, ഇത് പറഞ്ഞ് പേടിപ്പിക്കാനല്ല ഞാൻ തന്നെ വിളിച്ചത്. എനിക്ക് വേണ്ടതൊരു സൊല്യൂഷനാണ്. ഈ അവസാന നിമിഷത്തിൽ കയ്യിൽ വന്ന മഹാഭാഗ്യം തട്ടിക്കളയാൻ എനിക്കാവില്ല. ഗംഗ, അവളെന്റെ തുറപ്പ് ചീട്ടാ. അവളിലൂടെ എനിക്ക് പലതും നേടണം. അതിന് ജീവനോട് അവളെ എനിക്ക് വേണം. ഉടനെ നീ അതിനെന്തെങ്കിലും ഒരു വഴി കാണണം. ഓ, ഞാൻ നിസ്സഹായനാണ് സാറേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.